ഭാഗത്ത് നിന്ന് വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം വൺ ഓഫ് ദി മോസ്റ്റ് പ്രഷ്യസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ PSC, അതാണ് ഈ LSGI എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റാണ്. അതിന്റെ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു ചില്ലറ കാര്യമായിട്ട് കണക്കാക്കരുത് കേട്ടോ. സാധാരണ രീതിയിലുള്ള ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ചക്കട്ടപ്പം അതിൽ ചത്തു എന്ന് പറയുന്ന പോലെ കാണേണ്ട ഒന്നല്ല ഇത്. കാരണം ഈ എക്സാമിനേഷനിലൂടെ നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി പോകുന്ന ഫൈനൽ സ്റ്റേജ്, ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എമിനൻ PSCയുടെ ഭാഗത്തുനിന്ന് വലിയൊരു വിഷസും ഒരു കൺഗ്രാറ്റ്സും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഓക്കെ, അഭിനന്ദനങ്ങളുടെ ഈ പേമാരി എന്ന് കൂട്ടിക്കോ. എന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ഗിവ് മീ യെസ്. റെഡി ആണെങ്കിൽ യെസ് പറയൂ. ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു താങ്ക് യു. യാ യാ, ഫൈൻ. ഓക്കെ, യാ, ഫൈൻ ഫൈൻ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ ലൈവ് സെഷൻ യൂട്യൂബിലൂടെ പോകുന്നുണ്ട്. നിങ്ങൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഇത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ മുമ്പിൽ എക്സാമിനേഷൻ ഏകദേശം ഒരു 2.5 മാസം എന്തായാലും കിട്ടും. 3 മാസം എന്ന് തികച്ചു പറയാത്തത് ഒരു പക്ഷെ 3 മാസമുള്ള എക്സാം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ 2.5 മാസം എന്തായാലും കിട്ടും. ഈ 2.5 മാസം കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ എന്നുള്ളതിന് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് വേണ്ടതാണ് സൂപ്പർ പ്ലാൻ ആണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എബ്രഹാം ലിങ്കന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ. 10 മണിക്കൂർ ഒരു മരം മുറിക്കാൻ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ 8 മണിക്കൂർ ഞാൻ ചെയ്യുന്നത് ആ ആക്സ്, ആ മൂർച്ചം കൂട്ടാനായിരിക്കും. ബാക്കി 2 മണിക്കൂർ കൊണ്ടായിരിക്കും കട്ട് ചെയ്യുന്നതാണ്. എന്നതുപോലെ ഈ എക്സാമിനേഷന്റെ മെയിൻസിലോട്ട് എത്തുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? നിങ്ങളുടെ പ്ലാനിങ് ദാറ്റ് മച്ച് സൂപ്പർ ബി ആയിരിക്കണം എന്നുള്ളത്. ഇല്ല എങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായ എനിക്ക് മെയിൻസ് പാസ്സാകാൻ അറിയാം എന്ന ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ മരം മുറിക്കാൻ നിങ്ങൾക്ക് സമയം മതിയാകാതെ വരും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, 35,000-ഓളം വരുന്ന ആൾക്കാർ ആസ്പിരൻസ് അവർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 35,000 വരുന്ന പോസ്റ്റ് നമുക്ക് ഉണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്, അല്ലേ? നമുക്ക് അത്ര പോസ്റ്റ് ഇല്ല. അപ്പൊ പോസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്തായാലും അതിന്റെ ഒരു 10% ഒരു 3,000-ന്റെ താഴെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിസർവ് ലിസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പക്ഷെ വരുന്നത്. അതൊന്നും ഉറപ്പില്ല, ആന്റിസിപ്പേറ്റഡ് ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു അസംഷൻ ഇട്ട് തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷന്റെ വലുപ്പം നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ പോലെ ആ വലിയ വൃക്ഷമാണ്. വൃക്ഷത്തിന്റെ നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു കവുങ്ങ് മുറുക്കാനാണെങ്കിൽ 10 മണിക്കൂർ നമുക്ക് വേണ്ട. പക്ഷെ വലിയൊരു വൃക്ഷമാണെങ്കിൽ നമുക്ക് സമയം വേണ്ടേ? അങ്ങനെ നമ്മൾ എക്സാമിനേഷന്റെ വലുപ്പം തിരിച്ചറിയണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നല്ലൊരു പ്ലാനിങ് നടത്തണം. എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ എമിനൻ PSCയുടെ LSGI സെക്രട്ടറി മെയിൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ വെബിനാറിലോട്ട്, ഇത് സ്പെഷ്യൽ ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല, നിങ്ങൾക്ക് മാത്രം കിട്ടിയിരിക്കുന്ന അവസരമാണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ആൻഡ് മൈസെൽഫ് മുഹമ്മദ് സഫ്വാൻ എമിനൻ PSCയിലെ വൺ ഓഫ് ദി ഫാക്കൽറ്റി കൂടിയാണ് കേട്ടോ. ഹിസ്റ്ററി എടുക്കുന്ന ഒരു ഫാക്കൽറ്റി കൂടിയാണ്. ഒരു പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് സാർ ഞാൻ എന്ന് പറഞ്ഞേ, ഒന്ന് അറിയാൻ വേണ്ടിയാടോ. ആ, താങ്ക് യു അരവിന്ദ്. ജയ്സൺ താങ്ക് യു. ഉണ്ടല്ലേ? അപ്പൊ കുറെ ആൾക്കാരുണ്ട്. ആ, ചന്തു, ഓക്കെ ഫൈൻ. താങ്ക് യു താങ്ക് യു. ഫൈൻ. ആ, കേരള ഹിസ്റ്ററി, മീര ഫൈൻ. സിമി താങ്ക് യു. ആൻസി താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ. ഞാൻ എല്ലാവരും കുറെ ആൾക്കാരുണ്ടല്ലേ, താങ്ക് യു. എനി ഹൗ താങ്ക് യു. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അപ്പൊ എന്നെ പരിചയപ്പെടുത്തേണ്ട കൂടുതൽ ആവശ്യമില്ല. അനീഷോ എല്ലാവരും ഉണ്ട്. ഫൈൻ ഫൈൻ, സന്തോഷം. ഇത്രയേ ഉള്ളൂ പോയിന്റ്. നമ്മൾ എന്താണ്, ആ പടുവൃക്ഷത്തെ മനസ്സിലാക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇത് എത്ര ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഷാർപ്പൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ഓൺ ടൈമിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് റാങ്ക് ലിസ്റ്റ് കയറുന്ന വരെയുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് കൊണ്ടുപോകാം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ഏരിയ ആണ്. സർ, പ്രിലിംസ് പാസ്സായി, മെയിൻസ് കുറച്ച് കടുകട്ടിയാ. എന്തുകൊണ്ടാണ് മെയിൻസ് കടുകട്ടിയാവുന്നത് എന്നുള്ള തിരിച്ചറിവും അതിന്റെ സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. ജസ്റ്റ് ജോയിൻ വിത്ത് മീ. സെഷൻ മിസ്സാക്കാതെ കൃത്യമായിട്ട് കയറിക്കോളൂ. എന്തെങ്കിലും ഇൻബിറ്റ്വീൻ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. വെൽക്കം ടു എമിനൻ PSC.
വളരെ ശ്രദ്ധയോടെ കൃത്യതയോടെ തന്നെ ഇരിക്കുക. ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഏകദേശം എല്ലാവരും ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മളുടെ യഥാർത്ഥ ആക്ഷൻ പ്ലാനിലോട്ട് പോവുകയാണ്. ദ പോയിന്റ് ഇസ് ദാറ്റ് ഈ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണത്? നമ്മുടെ ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്ക്. ഇത് എഴുതിയിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് GK ഉണ്ട്. ഓക്കെ, GKന്റെ അകത്ത് തന്നെ നിങ്ങൾ നോക്കിക്കേ, 8 ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നു സിമ്പിൾ അരിത്തമെറ്റിക്, ജനറൽ ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം. ടോട്ടലി ഒരു 100 മാർക്കിന്റെ എക്സാമിനേഷൻ ഒക്കെ എഴുതി നിങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അമ്മേ അച്ഛാ പ്രിലിംസ് പാസ്സായിരിക്കുന്നു എന്ന് സന്തോഷത്തില്ല. ആ ഒരു സന്തോഷം ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെയിൻസിലും പറയാൻ പറ്റണം. അങ്ങനെ ആത്മാർത്ഥതയുടെ അടുത്ത കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കുക. ഞാൻ എല്ലാ വഴികളും പറഞ്ഞുതരാം. നിങ്ങൾ ഈ കേൾക്കുന്ന സിലബസിനെ നിങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ല, മരത്തെ നിങ്ങൾ ഒരിക്കലും ചെറുതായി കാണരുത്. ചെറുതായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ മരം മുറിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതല്ല വേണ്ടത്. ഇത് വലിയൊരു എക്സാമിനേഷനാണ്. PSC നടത്തുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷനുകൾ ഒന്ന് ഇതാണ്. KS അന്ന് 2020 നടന്നു. അതായിരുന്നു അന്നത്തെ ഏറ്റവും ടോപ്പ് എക്സാമിനേഷൻ. അത് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് ഡിഗ്രിയിലെ എക്സാമിനേഷൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ് LSGA എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കൺഗ്രാറ്റുലേഷൻസ് ടു ഈച്ച് വൺ ഓഫ് യു. നിങ്ങൾ അതിന്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. ഇനി മെയിൻസ് ഉണ്ട്. മെയിൻസൂടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ PSCയിലെ കിങ് ആണ്. കാരണം നിങ്ങളുടെ നോളജിൽ അത്രയും ആകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഈ പ്രിലിംസിന് ഇത്രയും സിലബസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതൊന്നും കൂടി നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ടതുണ്ട്, കാരണം ഞാനത് പറഞ്ഞുതരാം. പക്ഷേ LSGAയുടെ മെയിൻസ് എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് 2 എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഒഫീഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി 571 2023യുടെ categorization പ്രകാരം the detailed syllabus for the main examination of secretary local self government institution in local self government department in Kerala. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മെയിൻസ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് സിലബസിലോട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പ്രശ്നം എന്താ അറിയോ? ഇതെനിക്കറിയാലോ എന്ന് പറഞ്ഞിരിക്കും. ഏത് ആ മരത്തിനെ കാണുമ്പോൾ ഈ മരാണോ എന്നുള്ള തോട്ട് നമുക്ക് വരും. ഡോണ്ട് ഡു ദാറ്റ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 35,000 ആസ്പിറൻസ് ഇവരെല്ലാവരും എഴുതും. കാരണം പ്രിലിംസ് ചിലപ്പം കുറെ ആൾക്കാർ സ്കിപ്പ് ചെയ്തേക്കാം, പക്ഷെ മെയിൻസ് ആരും സ്കിപ്പ് ചെയ്യില്ല. അവിടെയാണ് നമ്മൾ ഇതിൽ കയറുമോ നമ്മളിത് കയറത്തില്ലേ എന്നുള്ള ഒരൊറ്റ ചോദ്യം വരുന്നത്. അതിന് ഞാൻ പറഞ്ഞ പോലെ മരത്തിന്റെ വലുപ്പവും വീതിയും അതിന്റെ സ്ട്രെങ്ത്തും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ഇവിടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ആ പ്രിപ്പറേഷൻ എങ്ങനെ സ്ട്രോങ് ആക്കണം ഡിപ്പെൻസ് ഓൺ ദ മരത്തിന്റെ ഒരു വണ്ണവും വീതിയും അതുപോലെ അതിന്റെ ആയുസും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എത്ര ശാഖകളുണ്ട് ഈ മരത്തിന് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1ഉം പേപ്പർ 2ഉം 2019-20 സമയത്ത് ആദ്യമായിട്ട് KSന്റെ എക്സാമിനേഷൻ വന്ന സമയത്ത് കുറെ കുട്ടികൾ അന്തം വിട്ടിട്ടുണ്ടായിരുന്നു. KS നിങ്ങൾക്കറിയാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് PSC നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? അന്ന് KS എഴുതിയവര് പ്രിലിംസ് കയറാത്തവരെന്ന് പറഞ്ഞു. KS എഴുതിയിട്ട് പ്രിലിംസ് കയറാത്തവര് ആരെങ്കിലും? ഞാൻ കയറാത്തവരെ ചോദിക്കുന്നത്. പറഞ്ഞോ, തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ PSCയിൽ വരുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു എക്സ്പീരിയൻസ് കടന്നുപോയ ആൾക്കാരെ അറിയാൻ വേണ്ടിയാ. എനിബഡി അന്ന് KS എക്സാമിനേഷൻ എഴുതിയവരൊക്കെ ഒന്ന് പറഞ്ഞേ, പ്രിലിംസ് എക്സാമിനേഷൻ എഴുതിയവര്. ഞങ്ങളൊക്കെ KSന്റെ മെയിൻസ് എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ആരുമില്ലേ? ഓക്കെ ഫൈൻ. എനിഹോ നോ പ്രോബ്ലം. ചില ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഫൈൻ, ഗുഡ്. പ്രിലിംസ് കിട്ടിയിട്ടില്ല. നോ വറീസ് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നും ഇതേപോലെ ഒരു പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ LSGI എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പേപ്പർ 1നെ ജനറൽ സ്റ്റഡീസ് എന്ന് വിളിച്ചു. ജനറൽ സ്റ്റഡീസ്, അതിൽ GK വരും, ബാക്കി പോർഷൻസ് വരും. അത് 100 മാർക്ക് ഉണ്ട്. സാറ് ഒരു പ്രിലിംസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ, വീണ്ടും മറ്റൊരു പ്രിലിംസ് ആണോ? കുറച്ച് വ്യത്യാസങ്ങളുടെ മക്കളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ മാറാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും അറിഞ്ഞിട്ട് പേപ്പർ 1 കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തോ. കാരണം പേപ്പർ 1ലെ മാർക്കും പേപ്പർ 2ലെ മാർക്കും നിങ്ങൾ മെയിൻസിൽ നിന്ന് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ഘടകമായിരിക്കും. ആ ഒരു ബോധം എപ്പോഴും വേണം. ഇനി പേപ്പർ 2
ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് സംതിങ് ചില്ലറക്കാരനല്ല. ഇത്രയും കാലം ഇങ്ങനെ ഒരു പേപ്പർ ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? അത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നൗ ഡേയ്സ് തിങ്ക് അബൌട്ട് ഗൈസ്, മുണ്ടക്കൈ, ചൂരൽമല പോലെയുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്നുണ്ടായിട്ടുണ്ടായിരുന്ന ഫ്ലാഷ് ഫ്ലഡ്, അതിന് കേന്ദ്ര ഗവൺമെന്റ് വരെ ഇടപെട്ടു. പക്ഷേ ദ ഫസ്റ്റ് റെസ്പോൺസ് ഷുഡ് ബി കം ഫ്രം വേർ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഡിപ്പാർട്ട്മെന്റാണ് വരേണ്ടത്. അവിടെ സാധാരണക്കാരൻ അയ്യോ ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കാൻ പറ്റൂ? നെവർ. അവിടൊക്കെ നമുക്ക് വേണം എന്താണ് കുറച്ച് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ്ങിന് കഴിവുള്ള ആൾക്കാർ മതി എന്നുള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ സംഭവിക്കുന്നത്. നമുക്ക് കോർഡിനേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. ഞാനൊരു ഡിസാസ്റ്ററിന്റെ കേസ് എടുത്ത് പറയാൻ കാരണം നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഫ്ലഡ് നടന്നു, നിങ്ങളോട് നിങ്ങളുടെ ഹെഡ് പറയാണ് ഇന്ന കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഞങ്ങൾ സർ മനസ്സിലായില്ലല്ലോ സർ, അന്തപ്പെട്ടിരിക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതായത് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ PSCക്ക് മതി ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ എന്നുള്ള നിർദ്ദേശം തീർച്ചയായിട്ടും അവരുടെ ഗവേണൻസ് പോളിസിയുടെ ഭാഗമായിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിലബസ് കയറി വരുന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും 100 മാർക്കിന് ഇവിടെ പഠിക്കാനുണ്ട് എന്നതല്ല. എന്തിന് ഈ 100 മാർക്കിന്റെ ഇങ്ങനെ ഒരു സിലബസ് അവർ ആഡ് ചെയ്തു എന്നുള്ളത് ഫസ്റ്റ് തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഈ മരം മുറിക്കാൻ പോകുന്നത്? ആ മരത്തിന് എന്താണ് പ്രത്യേകത നമ്മൾ അറിയണ്ടേ? ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വൈ ദിസ് സിലബസ് ഹാസ് ബീൻ ആഡഡ് ആസ് സച്ച് ഫോർ 100 മാർക്സ്? 100 മാർക്കിന് എന്തുകൊണ്ട് ഇത് ആഡ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അറിയുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോർഡിനേഷൻ പവർ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതിനനുസരിച്ചുള്ള കോർഡിനേഷൻ പവർ, ഈസി ഗവേണൻസ്, ട്രാൻസ്പെറന്റ് ഗവേണൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഒരു ഗുഡ് മോഡൽ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ കേരളത്തിൽ പിറക്കുകയും ചെയ്യും. അതിനു വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് അടുത്തൊരു ജനറേഷനുള്ള ഓഫീസേഴ്സ് ദാറ്റ് ഷുഡ് ബി ഹൈലി ക്വാളിഫൈഡ്. അതാണ് ഉദ്ദേശം. ആർ യു റെഡി ടു ബി എ സച്ച് ആൻ ഹൈലി ക്വാളിഫൈഡ് ഓഫീസർ? നിങ്ങളോടുള്ള ചോദ്യം. അല്ലാത്തവർ ഇറങ്ങിപ്പോക്കോ. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് മാത്രമാണ് ഇതുള്ളത്. അങ്ങനെ ആകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. ഈ ചോദ്യം ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങളൊക്കെ KS ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. 10-60 ആൾക്കാരെ KS പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് അതേ സമയത്ത് ഓഫീസേഴ്സിനോട് ഇത് ചോദിച്ചു. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അല്ലാത്ത ആസ്പിറൻസിനോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് യെസ് പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ സർവീസിലുണ്ട്. യെസ് പറഞ്ഞ ആൾക്കാർക്ക് കുറെ ആൾക്കാർ സർവീസ് കയറാനും പറ്റിയിട്ടില്ല. സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആകാനുള്ള ഒരു ആസ്പിറന്റ് ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു സെൽഫ് ഇന്നർ തോട്ട് വേണം. ഞാൻ അതുകൊണ്ട് ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ആർ യു റെഡി ടു ബി സച്ച് ആൻ ഹൈലി ക്വാളിഫൈഡ് ഓഫീസർ? ഒരു LSG ഓഫീസർ ആകാൻ നിങ്ങൾ റെഡിയാണോ? കുറച്ച് പേർക്കേ ഉള്ളൂ അല്ലേ? എന്തായാലും കുറച്ച് പേര് സർവീസ് കയറുന്നു ഉറപ്പായി. വാട്ട് അബൌട്ട് അതേഴ്സ്? പറ്റിയാ നോക്കാം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ സമയം കളയണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ സെഷൻ ഇത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഈ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുകയും കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറൂടെ ഞാൻ എൻഡ് ഓഫ് ദി സെഷൻ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ വളരെ കാര്യമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തേക്ക്. അപ്പൊ എനിക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞിരിക്കണം, നിങ്ങൾ എത്രമാത്രം ഇതിന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗായ്സ് 2 പേപ്പർ ഉണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് മച്ച് ഓഫ് പോയിന്റ്സ്. ഇതാണ് തുടക്കം. നിങ്ങൾ സിലബസ് അറിയാതെ, മരത്തിന്റെ വലുപ്പം അറിയാതെ, എന്തിനാണ് മരം മുറിക്കുന്നത് എന്നറിയാതെ, ആ മരത്തിന്റെ പ്രാധാന്യം അറിയാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആക്ടിവിറ്റിയിലോട്ട് പോകരുത്. ഫൈൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഇതായിരിക്കണം ആദ്യത്തെ പോയിന്റ്. ഇത് പഠിച്ചു കഴിഞ്ഞോ നമുക്ക് ഇനിയുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. വി ആർ ഗോയിങ് ടു ഹാവ് സംതിങ് ഡിമാർക്കേഷൻ. നമ്മൾ കുറച്ച് ഡിഫറൻസസ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് കണ്ടോ, നിങ്ങൾ പ്രിലിംസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്ന സിലബസ് ഇതാണ്. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് പേപ്പർ 1 വരുന്നത് ഇതാണ്. നമുക്ക് നോക്കാം. ഇവിടെയും ജനറൽ നോളജ് ഉണ്ട്, ഇവിടെയും ജനറൽ നോളജ് ഉണ്ട്. നിങ്ങൾ ഈ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം,
ജനറൽ നോളജിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നു 10 മാർക്കിന്. ഇവിടെയുണ്ട് ഹിസ്റ്ററി 10 മാർക്കിന്. എന്താ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്? ഞാൻ കൂടുതൽ പറഞ്ഞ സമയം ഇവിടെ കളയുന്നില്ല, കാരണം നമ്മുടെ പേപ്പർ 2 ആണ് നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ട്. ജോഗ്രഫി ആണെങ്കിൽ അതുപോലെ ഫിസിക്കൽ, വേൾഡ്, കേരള ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ജോഗ്രഫിക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു? 5 മാർക്കാണെങ്കിൽ ഇവിടെ ജോഗ്രഫിക്ക് 10 മാർക്കായി. ഡിഫറൻസ് കാണണം. ജോഗ്രഫി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ജോഗ്രഫിയുടെ ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ ചില്ലറ ചോദ്യങ്ങളൊന്നും അല്ല ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺസെപ്റ്റ് അത്രയും ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ചില മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് പല ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇക്കണോമിക്സ് 5 മാർക്കിന് ഇവിടെ ഇക്കണോമിക്സ് തന്നെയല്ല. എന്ത് പറ്റി എന്ന് ആലോചിക്കുന്നവര് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് പേപ്പർ 2 വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പിടുത്തം കിട്ടും. ഓക്കെ. സിവിക്സ് ഉണ്ട്. നമ്മൾ അതിന് സിവിക്സ് അല്ലെങ്കിൽ പോളിറ്റി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടും കൂടെ 10 മാർക്ക് ഉള്ളത്. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം 15 മാർക്ക്. നിങ്ങൾ ആ ചേഞ്ച് മനസ്സിലാക്കണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം പേപ്പർ 1 ഓൾറെഡി പഠിച്ച് ക്വാളിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ മെയിൻസിലോട്ട് എത്തുന്നത്. പക്ഷെ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്തവരാണെങ്കിൽ പേപ്പർ 1 കൂടെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. പേപ്പർ 2 നിങ്ങൾ എന്ത് ചെയ്യണം? അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതിൽ 100 മാർക്ക് ഉണ്ട്. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10. അങ്ങനത്തെ ഒരു സംഗതി ഞാനായിട്ട് കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ നോക്കുക. അപ്പൊ അതില്ല. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, IT, PSC ജനിച്ച മുതലേ ഉള്ള ഒരു ടോപ്പിക്കാണത്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അതും പ്രത്യേകിച്ച് കാണുന്നില്ല. സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് 5 മാർക്കിന്. പകരം ഇവിടെ ലൈഫ് സയൻസിനും പബ്ലിക് ഹെൽത്തിനും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്. അങ്ങനെ ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇത് ജനറൽ സയൻസ് പറയാം, ഫിസിക്സും കെമിസ്ട്രി. ലൈഫ് സയൻസ് നമുക്ക് ബയോളജി വേണമെങ്കിൽ ജനറൽ സയൻസ് പറയാം. പബ്ലിക് ഹെൽത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ടോട്ടലി നോക്കിക്കുക നിങ്ങൾ, 20 മാർക്സ് ഉണ്ട്. പഠനത്തെ എത്രമാത്രം നിങ്ങൾ ഒന്നുകൂടി അലൈൻ ചെയ്യണം എന്നുള്ളതിന്റെ റിലവൻസ് ഞാൻ പറയുന്നത്. സാധാരണ നിങ്ങൾ പഠിക്കുന്ന പോലെ ജോഗ്രഫി ഒരു 10 ദിവസം പഠിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ 10 ദിവസം പഠിക്കാം, അങ്ങനെ ആകരുത്. ഇനി മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പഠനം തന്നെ ആയിരിക്കണം നടത്തേണ്ടത്. ഓക്കെ. ഇനി ഇവിടെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് 20 മാർക്ക് ഉണ്ടായിരുന്നേ. ഇവിടെ എന്ത് ചെയ്തു? 10 മാർക്കാക്കി കുറച്ചു. ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, 10 മാർക്കാക്കി കുറച്ചു. റീജിയൻ ലാംഗ്വേജ് ഉണ്ട്, 10 മാർക്ക് 10 മാർക്ക്, അതിൽ മാറ്റമില്ല. ഇവിടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതിന് 15 മാർക്ക് വരുന്നുണ്ട്. ഇവിടെ ഡെഫിനറ്റ്ലി കറണ്ട് അഫയേഴ്സ് ഇതിന്റെ അകത്തുണ്ട്, ഇതിന്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സ്പെസിഫിക്കലി കറണ്ട് അഫയേഴ്സ് 15 മാർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത്? ഞാനത് പെട്ടെന്ന് എഴുതി വെക്കുകയാണ്. നിങ്ങൾ കൂടെയുള്ള ആൾക്കാർ ഒന്ന് ഇതൊന്ന് എഴുതി വെക്ക് കേട്ടോ. ഇത് ഹിസ്റ്ററിയിൽ ആസ് സച്ച് ആണ് വരുന്നത്. പക്ഷെ ജോഗ്രഫി കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി. ഇമ്പോർട്ടൻസ് കൂടിയത് ഞാൻ ഇവിടെ റൗണ്ട് ഇട്ടാക്കാം. ജോഗ്രഫി കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി, കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ് കൂടി, സയൻസിന് ടോട്ടൽ ഇമ്പോർട്ടൻസ് കൂടി, കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടി. ഇത്രയും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പേപ്പർ 1 ഇനി പഠിക്കുന്ന ആൾക്കാർ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എവിടെയെങ്കിലും കോച്ചിങ് എടുത്തിട്ടോ സെൽഫ് സ്റ്റഡി നടത്തിയിട്ടോ മുമ്പുള്ള KSന്റെ സ്റ്റഡി മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ പഠിക്കുമ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ടിപ്പാണ്, നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ എമിനന്റ് PSCയുടെ ഭാഗമായിട്ട് നല്ലൊരു ടൈം ടേബിളും ആക്ടിവിറ്റീസും ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ നിങ്ങൾ ഈ പേപ്പർ 1 കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു സെൽഫ് റിവിഷൻ മോഡല് കുറച്ചുകൂടെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ലേണിംഗ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? യെസ് ഓർ നോ? വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ് ഗൈസ്. പറയുന്നേ, നിങ്ങളല്ലേ ഈ മരം മുറിക്കാൻ പോകുന്ന ആൾക്കാര്? യാ, ഫൈൻ ഫൈൻ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കൃത്യമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക, മിസ്സാക്കരുത്. ഇത് പേപ്പർ 1ന്റെ കേസ്. അപ്പൊ ഇവിടെ 100 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത്തെ ടിപ്പ് പറഞ്ഞു, നിങ്ങൾ മാർക്ക് അനുസരിച്ച് പഠിക്കണം. ഫസ്റ്റ് ടിപ്പ്, മാർക്ക് അനുസരിച്ച് പഠനത്തെ റിവൈസ് ചെയ്യും. കാരണം ഓൾറെഡി ഈ ടോപ്പിക്സ് കുറേയൊക്കെ നിങ്ങൾ പഠിച്ചതാ. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കുറച്ച് പഠിക്കേണ്ടി വരും. ലൈക്ക് ഇവിടെ ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഈ ഡിഫറെന്റ് ഡിസീസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഒന്നുകൂടെ ഒന്ന് പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ പഠിക്കണം. ഓക്കെ. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ മഴയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് മെഡിസിൻ എടുക്കാനൊക്കെ പറയാറില്ല. അങ്ങനത്തെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്, പ്രാക്ടിക്കൽ വെച്ചിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോണ്ടോ കേട്ടോ, മിസ്സാക്കരുത്.
അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് മാർക്ക് അനുസരിച്ചിട്ട്, മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ വേണം, ഇത് മറക്കരുത്. ഫൈൻ, ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാർക്ക് ബേസ് ആയിട്ടുള്ള റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ഇത് ഒരിക്കലും മിസ്സാക്കരുത്. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ്. റിവിഷൻ എന്ന് പറയാൻ കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് സിഗ്നിഫിക്കൻസ് നൽകുക. മോർ ഇമ്പോർട്ടൻ്റ്ലി റിവിഷൻ മാത്രം കൊടുത്താൽ പോരാ, നല്ല MCQs പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ആക്സ്, നമ്മുടെ മഴു ഷാർപ്പൻ അല്ല എങ്കിൽ മരം മുറിക്കുമ്പോൾ മരം അവിടെ കുലുങ്ങാതെ നിൽക്കും, നമ്മൾ വെട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കാര്യമില്ല, MCQs നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള അലൈൻമെന്റിൽ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതിന്റെ ഏതാനും ചില മോഡൽസ് ഞാൻ കാണിച്ചു തരാം. അത്രയും ടഫിൽ നമ്മളിത് പഠിച്ചു വെക്കണം. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്. 35,000 പേരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഈ സെഷനിൽ ഇരിക്കുന്ന 100 പേര് 35,000 പേരോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമുണ്ട് ഈ സെഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുള്ളത്. നമുക്കത് സാധിച്ചിട്ടുണ്ട്. SA റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 100ൽ 3 ആൾക്കാരെ കയറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ടോപ്പ് 100ൽ KSന്റെ റാങ്ക് ലിസ്റ്റ് പിന്നെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. KS കിട്ടിയ ആൾക്കാരുടെ ആരുടെ അടുത്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് അതും കാണിച്ചു തരാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള പേപ്പർ 1ന്റെ സിലബസ്. ഇനിയാണ് കളി, ബിഗ് ഗെയിം. ഇപ്പൊ നിങ്ങൾ മരത്തിന്റെ ഒരു കൊമ്പ് മുറിച്ചിട്ടുള്ളൂ, കാരണം നിങ്ങൾക്ക് ഓൾറെഡി മരത്തെ കുറിച്ച് കുറച്ച് അറിയാണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് വലിയ കളി, അത് പേപ്പർ 2 ആണ്. ഈ പേപ്പർ 2 നോക്കിക്കേ നിങ്ങൾ, ഇതാരാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് 15 മാർക്കിന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇക്കണോമിക്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു ഇക്കണോമിക്സ് ഇപ്പുറത്ത് കാണുന്നില്ല മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്ക്. ശേഷം ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണെ. ഇത് കണ്ടോ, പേപ്പർ 2ല് ദ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ്. ഗവേണൻസ് എന്ന് പറയുന്നത് പൊളിറ്റിയുടെ ഭാഗമാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ പോളിറ്റിയിൽ നിന്നും 15 മാർക്കിന് ചോദ്യം ചോദിക്കും. സിലബസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരും കേട്ടോ, ഡോൺ വറി. സിലബസ് ഞാൻ ഏറ്റവും ഒരു എന്താണ് ആ സിലബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരും. ദെൻ ഇന്ത്യൻ പോളിറ്റിയുടെ 15 മാർക്കിന്റെ ചോദ്യം ഇവിടെ വരാനുണ്ട്. ഇന്ത്യൻ ഇക്കണോമി 15 മാർക്കിന്റെ ചോദ്യം വരാനുണ്ട്. ഇവിടെ ബേസിക്സ് ഓഫ് ഇക്കണോമി ചോദിക്കും, ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ചോദിക്കും. നിങ്ങൾ 11ാം ക്ലാസ്സിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന NCERT പുസ്തകത്തെ റെഫർ ചെയ്യേണ്ടി വരും. അവിടെ ചോദിക്കും 5 ഇയർ പ്ലാന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താണ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എക്കണോമിയുടെ റിലവൻസ് എന്താണ്, ലിബറലൈസേഷൻ എന്താണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഞാൻ സിലബസിലൂടെ കാണിച്ചു തരാം കേട്ടോ. റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഇവിടെയാണ് LSGയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ വരുന്നത്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്, അവിടെയും 15 മാർക്ക്. നോക്കിക്കേ, 15 അപ്പൊ തന്നെ 60 മാർക്കായി. ദെൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. നിങ്ങളെ മെയിൻലി ആവശ്യമുള്ളത് ഈ കാര്യങ്ങൾക്കാണ്. ഈ കാര്യങ്ങൾക്കൊക്കെയാണ് നിങ്ങളെ മെയിൻലി ആവശ്യം. ഇന്ത്യൻ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ പേപ്പർ 2 നിങ്ങൾ എത്രമാത്രം പെർഫോമൻസ് കൊണ്ടുവരുന്നോ അത്രമാത്രം നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹൈലി ക്വാളിഫൈഡ് ടു ദി സർവീസ് ആവും. അപ്പൊ പേപ്പർ 2 നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത്യാവശ്യം സമയമെടുത്ത് വൃത്തിക്ക് പഠിക്കണം. കാരണം ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. KSന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടുണ്ടായിരുന്നു മെയിൻസ് എക്സാമിനേഷന്. സിമിലർലി ഇവിടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. വൺസ് അഗൈൻ ഞാൻ പെട്ടെന്ന് സിലബസ് ഒന്ന് പറഞ്ഞു പോക്കോട്ടെ. 1 ഇന്ത്യൻ പോളിറ്റി, 2 ഇന്ത്യൻ ഇക്കണോമി, 3 റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, 4 ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, 5 ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, 6 കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്. കുടുംബശ്രീ വരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, കുടുംബശ്രീ മാത്രമല്ല, നമ്മുടെ MGNREG വരെ ഇമ്പോർട്ടന്റ് ആണ്. അർബൻ ഗവേണൻസ്, മുനിസിപ്പാലിറ്റീസ്, സീവേജ് ട്രീറ്റ്മെന്റ്, ഇങ്ങനത്തെ കുറെ ടോപ്പിക്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഗവേണൻസ് 8 യൂണിറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 8 യൂണിറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു യൂണിറ്റിൽ എത്ര സബ് ടോപ്പിക് വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഗവേണൻസ് ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് 8 മാർക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. അർബൻ ഗവേണൻസ് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് 8 മാർക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. 8 ചോദ്യം ചോദിക്കണ്ടേ? അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 8 യൂണിറ്റ് ഉണ്ടാവില്ലേ? അപ്പൊ ഇത് മാത്രം നോക്കുകയാണെങ്കിൽ 100 യൂണിറ്റ് ഉണ്ടാവില്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയണത്. കാരണം ഒരു ഏരിയയിൽ നിന്ന് 2 ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എന്തായാലും വളരെ കുറവല്ലേ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ടോപ്പിക്കിന്. 100ഓളം സബ് ടോപ്പിക്ക് ഏറ്റവും ചുരുങ്ങിയതുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി തരും ചെയ്യാം. ഞാൻ എണ്ണിയിട്ട് എന്റെ സമയം കളയുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ ഒരിക്കലും ചെറുതല്ല എന്നുള്ളത്. ആ ഒരു ധാരണയിലൂടെ വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനിലോട്ട് പോവുകയാണ്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? പേപ്പർ 2 നിങ്ങൾക്ക് 8 യൂണിറ്റ് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? എല്ലാത്തിനും ഓൾമോസ്റ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക.
15 മാർക്കാണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ ചില കീ ടോപ്പിക്സ് ഉണ്ട്, അത് എന്തായാലും പഠിച്ചു വെക്കുകയും ചെയ്യാം. ഷാൾ ഐ പ്രൊസീഡ് ഗൈസ്? വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് പോകും. നമുക്ക് അടുത്തൊരു 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു പോകും. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. എമിനന്റ് PSCയുടെ ആ ഒരു വെബിനാറിലൂടെ എന്ത് പഠിക്കണം എന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം പഠിക്കണം എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ആ കോൺഫിഡൻസോട് കൂടെ മാത്രമേ നിങ്ങൾ ഇന്നത്തെ സെഷൻ ലീവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അതിനു വേണ്ടിയുള്ള എഫേർട്ടാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആർ യു റെഡി? ഗിവ് മി എ റെസ്പോൺസ്. യാ ഫൈൻ, താങ്ക് യു. കുറെ ആൾക്കാർ യാത്രകളിലും മറ്റു കാര്യങ്ങളും കേൾക്കും തോന്നുന്നു, അതുകൊണ്ട് റെസ്പോൺസ് ചിലർക്ക് തരാൻ പറ്റുന്നുണ്ടാവില്ല. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലിസണിങ് അറ്റ്ലീസ്റ്റ്. കേട്ടോ, ലിസണിങ്ങിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗായ്സ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒന്നാമത്തത് ഇന്ത്യൻ പോളിറ്റി, രണ്ടാമത്തെ ഇന്ത്യൻ എക്കണോമി. 15 മാർക്കിന് ചോദിക്കും. ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി, ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, മേജർ ഇവന്റ്സ്, നാഷണൽ മൂവ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ആർക്കിടെക്ട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, LSG, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റം എന്താണ്? ഡെമോക്രസിയാ. ഹൗ വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം ഇൻ ടു ഡെമോക്രസി ഫ്രം ദ ബ്രിട്ടീഷ് ഇറ. ബ്രിട്ടീഷ് ഇറയിൽ നിന്നും എങ്ങനെ നമ്മൾ ഡെമോക്രസിയിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ നടത്തുന്നു എന്നുള്ളത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്ന പല ടോപ്പിക്കുകൾ. അതാണ് ഈ ഇന്ത്യൻ പോളിറ്റിയിൽ വരുന്നത്. 15 മാർക്കുണ്ട്. ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു അവസരം തരും. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നാഷണൽ മൂവ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കും, ഇത് നോക്കണം. രണ്ടാമത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്. അവരുടെ ഗവർണർ ജനറൽ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, കൗൺസിൽസ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിങ്ങൾ എന്തായാലും പേപ്പർ 1 പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിടെക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും അംബേദ്കർ മാത്രം പഠിച്ചു നിർത്താതെ കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നോക്കണം. LSGയുടെ ചരിത്രം നിങ്ങൾ നോക്കണം. LSGയുടെ ചരിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മളുടെ ലോർഡ് റിപ്പന്റെ കാലഘട്ടം മുതൽക്കുള്ള കാര്യങ്ങളും അവിടുന്ന് മുതൽക്കുള്ള പീരിയോഡിക് ഇവല്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ, 1 2 3 4 5. ഇതിൽ നിന്ന് തന്നെ ഞാൻ 5 കോർ സബ് ടോപ്പിക്സ് പറഞ്ഞു. 5 കോർ ആയിട്ടുള്ള സബ് ടോപ്പിക്സ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 5 കോർ ടോപ്പിക്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കോർ ടോപ്പിക്സ് ചോദ്യങ്ങൾ പല രീതിയിൽ വരാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാർ 5 പറഞ്ഞു, അപ്പൊ 15 മാർക്ക് 5 ചോദിക്കോ? ഈ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു കടലാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഹിസ്റ്ററി മറ്റൊരു കടലാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ഇവല്യൂഷൻ ട്രെൻഡാണ്. ആർക്കിടെക്ട് മാത്രമാണ് കുറച്ച് ഒരു ഏരിയ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അത്യാവശ്യം നിങ്ങൾ ഹിസ്റ്റോറിക്കലി പഠിക്കണം. അതിൽ തന്നെ ബ്രിട്ടീഷ് മേജർ ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കും. ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് 15 മാർക്കുകൾ നിങ്ങൾക്ക് ഏകദേശം വരും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. എമിനന്റ് PSCയിൽ പേപ്പർ 2ന്റെ കോംപ്രഹെൻസീവ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ടോപ്പിക് എത്തുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഫാക്കൽറ്റി പറഞ്ഞുതരും അതിൽ എന്തൊക്കെയാണ് സബ് ടോപ്പിക്സ് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടെന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് 2-3 മണിക്കൂർ എടുക്കേണ്ടി വരും. ഞാൻ മരിച്ചു പോകും. അത് വേണ്ട. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും നിങ്ങൾ പേപ്പർ 1 ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ലേ? യെസ്, ഫൈൻ. ഇനി ഇന്ത്യൻ ഇക്കണോമിയിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, കൊളോണൈസേഷന്റെ ഇമ്പാക്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് ബ്രിട്ടീഷ് ഇക്കണോമിക് സിസ്റ്റം മുതൽക്കാണ് ആരംഭിക്കുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇക്കണോമിയിലോട്ട് വരുന്നത്. സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷനൊക്കെ ചുമ്മാ പഠിക്കുന്നതല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ പീപ്പിൾ അണ്ടർ കൊളോണിയൽ റൂൾ. അപ്പൊ എത്രമാത്രം എക്കണോമിക് ഡ്രെയിൻ ഉണ്ടായിരുന്നു. എക്കണോമിക് ഡ്രെയിൻ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാനിംഗ് കമ്മീഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കമ്മീഷൻ, ലൈക്ക് യു മൈറ്റ് നോ സംതിങ് കോൾഡ് ആസ് ബോംബെ പ്ലാൻ, സർവോദയ പ്ലാൻ, ഇങ്ങനത്തെ കുറെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ 5 ഇയർ പ്ലാൻസിന്റെ കാര്യം, പിന്നെ നമ്മൾ എക്കണോമിക് ലിബറലൈസേഷൻ,
പോളിസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. അപ്പൊ അതിൽ ഫ്രം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ സിൻസ് 1950s ടിൽ നൗ ഇപ്പോഴത്തെ ബജറ്റ് വരെ ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരും കേട്ടോ. കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബജറ്റ് ഇമ്പോർട്ടൻ്റ് ആയി വരും. അതിന് നിങ്ങൾ ആദ്യം ഈ ഒരു എക്കണോമിക് സിസ്റ്റം അറിഞ്ഞിരിക്കണം കേട്ടോ. എക്കണോമിക് സിസ്റ്റത്തിലെ ഡിഫറെന്റ് സെക്ടേഴ്സും കാര്യങ്ങളും നിങ്ങളോട് ഒരിക്കലും പ്രൈമറി സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഏതാണെന്ന് അങ്ങനെ ചോദിക്കത്തില്ല. മറിച്ച് ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഇത്ര പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ഷെയറിംഗ് GDP-യിലൂടെ ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ ലൈക്ക് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് ഗ്രോത്തിലോട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഞാൻ ഇവിടെ ഒരു 5 കോർ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് 10 കോർ ടോപ്പിക് പറയാൻ പറ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ എക്കണോമി. കാരണം എക്കണോമിക് സിസ്റ്റം അറിയാത്ത ഒരാൾ പഞ്ചായത്ത് ഭരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം എന്താ, ഈ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളോട് സിലബസിൽ ചോദിച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആസ് വെൽ ആസ് ഡെവലപ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്കണോമിയുടെ ഭാഗമായിട്ട് ഡെവലപ്മെന്റ് വരിക. അപ്പോഴാണ് ബജറ്റിലൂടെ പഞ്ചായത്തുകൾക്ക് എന്ത് കിട്ടും തീരുമാനം വരിക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ എന്തിനാ നമ്മളിത് പഠിക്കുന്നത് നമുക്ക് തിരിച്ചറിയണ്ടേ ഈ രണ്ടാമത്തെ പേപ്പർ. അപ്പൊ ആ തിരിച്ചറിവ് വേണം. അതുകൊണ്ട് ഇതൊക്കെ ബേസിക്സാ. ഇന്ത്യൻ പോളിറ്റി പഠിച്ചതും ഇന്ത്യൻ എക്കണോമി പഠിച്ചതൊക്കെ ബേസിക്സാ. പക്ഷെ ഇത് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം എക്സാമിനേഷൻ ചില്ലറ എക്സാമിനേഷൻ അല്ല. ഓക്കെ, അങ്ങനെ ആകാനും പോകുന്നില്ല. കാരണം അത്രയും ആസ്പിരൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ടാ. ഇനി ഇവിടെ മുതൽക്ക് കുറച്ച് കാര്യങ്ങൾ, ഇതിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ഇതിൽ കുറച്ച് അതേപോലെ കോൺസെപ്റ്റ് ഉണ്ടാവും. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ റൂറൽ ആയിരുന്നു, അവിടെ നിന്നാണ് എർബൺ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഒരു റൂറൽ സൊസൈറ്റിയിൽ വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഉണ്ടാവോ? ഇല്ല. അഗ്രികൾച്ചറും പാടങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രിൻസിപ്പിൾസ്. ദെൻ റൂറൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അത് പ്രീ ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഗാന്ധിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർവോദയ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഗാന്ധിക്ക് ശേഷം വരുന്നുണ്ട്. ഗാന്ധിയുടെ വില്ലേജ് കോൺസെപ്റ്റ്, സ്വരാജ് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. ടാഗോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ DPSPയുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കയറി വരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ മേജർ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇനിഷ്യേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീയും പോസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു മേഖലയാണ് എന്ത്, നമ്മുടെ ഗ്രാമങ്ങൾക്ക് ജീവൻ നൽകുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫർദർ സ്റ്റേജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നപ്പോഴാണ് പഞ്ചായത്ത് രാജ് വരുന്നത്, അങ്ങനത്തെ കുറെ സിസ്റ്റംസ് വരുന്നത് കേട്ടോ. പിന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, IRDP. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, പഠിച്ചു വെക്കണേ. കാരണം നിങ്ങൾ ഈ ജോലിക്ക് കയറി എന്ന് വിചാരിക്കാം, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കും, അപ്പൊ നിങ്ങളുടെ സീനിയർ ഇതൊന്നും അറിയാതാണോ ഇപ്പം വന്നത് എന്നുള്ള തോന്നൽ വരാൻ പാടില്ല കേട്ടോ. ദെൻ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരാം. നമ്മുടെ MGNREG എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിലാണ് നടക്കുന്നത്. ഫൈൻ. അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, കറണ്ട് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് 15 മാർക്കിന്, എന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു 25 മാർക്കിനൊക്കെ ചോദിക്കണമായിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ പരീക്ഷ ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഞാനിത് പറയാൻ കാരണം അങ്ങനെ ആയിരിക്കണം നമ്മളുടെ അടുത്തൊരു തലമുറയുള്ള ഉദ്യോഗസ്ഥർ എന്നുള്ളത് കൊണ്ട്. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ടോപ്പിക്കുകൾക്ക് കേട്ടോ. പിന്നെ ലൈക്ക് ഹൗസിംഗ് സെക്ടർ, ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ കണക്ടിവിറ്റി. നമ്മൾ ഗ്രാം സഡക്ക് യോജന കേട്ടിട്ടുണ്ടോ? നമ്മളെ ഹൈവേയിൽ വെള്ളം കയറണം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. പ്രാദേശിക സഡക്ക് യോജന ഒക്കെ ഉണ്ട്. ഓക്കെ, റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇത് വലിയ ടോപ്പിക്കാണ് മക്കളെ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഹാഫ് ഓഫ് ദി പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ആത്മാവ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. എന്നാൽ നിങ്ങൾക്ക് അത് ഈസിലി മനസ്സിലാക്കാനും പറ്റും. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷന്റെ മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ 2-3 തവണ കയറിയിട്ട് ഇറങ്ങി പോവാ. വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലൊക്കെ വെറുതെ കാണാൻ വന്നതാണ് പറഞ്ഞത്. ഞാൻ കാര്യത്തിൽ പറയാം, നിങ്ങൾ തമാശയായിട്ട് ചിലപ്പം തോന്നുന്നുണ്ടാവും, പക്ഷെ കാര്യത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു പൾസും ഫീലിംഗ് കിട്ടും. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഗ്രാമസഭയിലും പോയി പങ്കെടുക്കും. ഞാൻ പറഞ്ഞത് എന്തിനാ മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണമെന്ന് അതിയായ താല്പര്യം ഉണ്ടോ?
ജസ്റ്റ് ലിവ് വിത്ത് ദാറ്റ്. അതുമായിട്ട് ജീവിക്ക്. അതുമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ജീവിക്കാൻ നോക്ക്. അതാണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഇതും സെയിം കോൺസെപ്റ്റിൽ വരുന്നതാ. സെയിം കോൺസെപ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിൽ വരുന്നതാണത്. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇവിടെ കണ്ടോ, ഇവിടെ കുറെ സ്കീമും പ്രോഗ്രാംസും ഇനീഷ്യേറ്റീവുകളും ഹിസ്റ്റോറിക്കലി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് പഞ്ചായത്ത് നടക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യം. അതിൽ തന്നെ നോക്കിക്കേ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്, അതിന്റെ അറ്റംസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റം ആൻഷ്യന്റ് ഇന്ത്യയിൽ മേജർ ലെജിസ്ലേഷൻ, ഡീസെൻട്രലൈസേഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ. അതായത് ഈ ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ തന്നെ നമ്മുടെ പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്, അത് വൃത്തിക്ക് മുഴുവനും സെറ്റായിട്ട് ആർട്ടിക്കിൾ അടക്കം പഠിച്ചു വെക്കണം. അതുപോലെ ഫങ്ഷൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അർബൻ ലോക്കൽ ഗവൺമെന്റ്സ് എന്നുള്ളത്, ഇത് നിങ്ങൾ ലക്ഷ്മികാന്ത് പറഞ്ഞ പുസ്തകം കേട്ടിട്ടില്ലേ? അതിൽ ഇത് അത്യാവശ്യം കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് കേരള ഗവൺമെന്റിന്റെ കൂടെ ഒന്ന് നോക്കി വെക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ അവര് കുട്ടിക്കെല്ലാം അറിയാലോ, കേരളത്തിന്റെ അറിയില്ലേ? നമുക്ക് കിലയില്ലേ, കില കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും പഠനം അതിപ്പോ ഇനിയിപ്പോ ഒറ്റയ്ക്ക് പഠിച്ചു നോക്കാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു റൂറൽ ഡെവലപ്മെന്റും ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന ഒരു പിടുത്തം കിട്ടിയോ? നിങ്ങൾക്ക് പിടുത്തം കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമുള്ളൂ കേട്ടോ. പിടുത്തം കിട്ടണേ. പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ എക്സാമിനേഷനിൽ എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ, നിങ്ങളിൽ ഡെഫിനറ്റ്ലി എനിക്കറിയാം, നിങ്ങളിൽ എന്തായാലും ഒരു 10-20 പേര് എമിനന്റ് PSCയുടെ സഹായത്തോടു കൂടെ എന്തായാലും ഈ സർവീസ് കയറും. അതിലുള്ള പ്രധാനപ്പെട്ട ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാനാകുമ്പോൾ ഭാവിയിൽ നിങ്ങളെങ്ങാനും എൻ്റെ പഞ്ചായത്തിലോ എൻ്റെ എവിടെയെങ്കിലൊക്കെ വരുന്ന സമയത്ത് സഫാൻ സാറല്ലേ, സാറ് കാരണം ഞാനിവിടെ കയറുമ്പോൾ എനിക്കുള്ള സന്തോഷം, എനിക്കത് അതാലോചിച്ചിട്ട് എനിക്ക് വലിയ സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ കയറുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫൈൻ. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. നമ്മളിവിടെ ഡീസെൻട്രലൈസേഷന്റെ കോൺസെപ്റ്റ് ഫുൾ ആദ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് പഠിച്ചിട്ട് ഇത് പഠിക്കാവൂ കേട്ടോ. എന്നാലേ നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഡീസെൻട്രലൈസേഷൻ എന്താന്ന് പഠിച്ചതിന് ശേഷമാണ് ഡീസെൻട്രലൈസേഷന്റെ പ്ലാനിങ് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? സിറ്റിസൺ ചാർട്ടർ ഉണ്ടോ ഇല്ലേ? എസ് ഓർണോ? എനിക്ക് അത്ര മതി. ഉണ്ടോ ഇല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾ എന്തായാലും പഞ്ചായത്ത് ഓഫീസിലെങ്കിലും ഒന്ന് കയറി ചെല്ലണം. അവിടെ ഉണ്ടാവും ഈ പഞ്ചായത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ, അതിന്റെ നിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനാണ് സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഗവേണൻസിന്റെ ഭാഗമാണ്. പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ക്യാമ്പയിനിങ് കേരള സ്പെസിഫിക്. കണ്ടോ, ഇന്ത്യ മാത്രമല്ല, കേരളത്തില്. കാരണം കേരളത്തിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അങ്ങ് UN നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച സമയത്ത്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വലിയ നല്ല മോഡൽ ഗവേണൻസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നടത്തുന്ന സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞിട്ട് UN നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കേരളത്തിലുള്ള കാര്യം ഗ്രാമസഭ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാന് പ്രോസസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പരീക്ഷ പഠിച്ചിട്ട് ബാക്കി ഓഫീസിൽ പോയിട്ട് പഠിക്കാന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ ഇവിടെ പഠിച്ചു പോകണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, പേപ്പർ 2 ഇല്ല, പേപ്പർ 1 തന്നെ ഒന്നുകൂടെ കട്ടിയാക്കി കുറച്ച് സബ് ടോപ്പിക്സ് കുറച്ച് ഒരു 30 മാർക്കിന് എക്സ്ട്രാ സബ് ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക് കൊടുത്തിട്ട് പരീക്ഷ നടത്തി വിജയിക്കാനായിരുന്നു പ്ലാൻ എങ്കിൽ ബാക്കി എന്താ, നിങ്ങളൊക്കെ പാസ്സായി പഞ്ചായത്ത് പോയിട്ട് അപ്പൊ മറ്റേ സാർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്. അതല്ല ഇനി വേണ്ടത്. ഇവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാൻസ്. നിങ്ങൾ ആ പ്രോസസ്സ് ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം എന്ന് പരീക്ഷയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സാമിനേഷൻ കുറച്ച് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. സംടൈംസ് നിങ്ങൾ ആര് വിളിപ്പിക്കും? ജില്ലാ കളക്ടർ വിളിപ്പിക്കും. അവിടെ പോയിട്ട് മോങ്ങാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിനുള്ള കഴിവ് നമുക്കുണ്ടാവണം. സെക്ടോറൽ പ്ലാൻ, സ്പെഷ്യൽ കോമ്പണന്റ് പ്ലാൻസ്, ഓരോ പ്ലാനുകളാട്ടോ, അവരുടെ ഓരോ പ്ലാനുകളാ. ദെൻ ട്രൈബൽ പ്ലാൻ, അച്ചീവ്മെന്റ്സ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാൻ ഇൻ കേരള സോഫാർ. അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ എടുക്കുന്നത്,
കേരളത്തിന്റെ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്താണ്, പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 12 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്ന ആ ട്രജക്ടറി നിങ്ങൾ നോക്കണം. ആദ്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് വായിക്കുന്നുണ്ട്. ഞാൻ സിലബസിന്റെ ഒരു ഫ്ലോ കണ്ടോ നിങ്ങൾ? ആദ്യം നിങ്ങൾ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, അതാണ് ഇന്ത്യൻ പോളിറ്റി. എന്നിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ സമ്പദ്ഘടന. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റവും ഇന്ത്യയുടെ ഒരു സമ്പദ്ഘടനയും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുന്നത് ഇന്ത്യത്തെ ഗ്രാമങ്ങളെ മനസ്സിലാക്കിയിട്ട് ആ ഗ്രാമങ്ങളിലോട്ടുള്ള ഭരണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ശേഷം അവിടെ എങ്ങനെ പ്ലാൻ ചെയ്യണം, ആ പ്ലാനിങ്ങിലൂടെ എങ്ങനെ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. സിലബസിൽ തന്നെയുണ്ട് എങ്ങനെ നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറണം എന്നുള്ളത്. അതാണ് സിലബസിന്റെ ഉദ്ദേശം. അപ്പൊ അതിൽ കണ്ടോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതിൽ ജെൻഡർ കൺസേൺസ് ഉണ്ട്. നമ്മളൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ജെൻഡർ ഇക്വിറ്റി കേട്ടോ, അതായത് തുല്യത കൊടുക്കണം, നീതി കൊടുക്കണം. ഇക്വാലിറ്റി അല്ല, ഇക്വിറ്റി, നീതി കൊടുക്കണം എന്നുള്ളതാണ്. ജെൻഡർ ബജറ്റിംഗ് വേണം. പഞ്ചായത്തിലെ ചില ബജറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അനുസരിച്ച് വേണം. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് വരണം. പോവർട്ടി അലിവിയേഷൻ, ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ കോൺസെപ്റ്റ് ആട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇതൊക്കെ വരിക. ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, ജിറിയാട്രിക് കെയർ, വെൽഫെയർ എക്കണോമി, വുമൺ എംപവർമെന്റ്, അതായത് SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, റൂറൽ എക്കണോമി, ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ്, റൂറൽ എന്റർപ്രൈസസ്. അതായത് ഒരു പ്രാദേശിക തലത്തിൽ നിങ്ങളൊരു പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും, ഉദ്യോഗസ്ഥനാണെന്നുള്ളത്, പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക. ആ പഞ്ചായത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് പ്രോഗ്രാംസ് വരുമ്പോൾ നിങ്ങൾ അതിന്റെ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് ആ പ്രോഗ്രാംസ് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ എങ്ങനെയാണ് ഈ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്, അത് ആർക്കൊക്കെ കിട്ടണം, എന്തൊക്കെയാണ് പഞ്ചായത്തിലുള്ള ആൾക്കാർ എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് അതിന്റെ മേഖലകളുമാണ് ഇവിടെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൂടെ കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ടോപ്പിക് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കൊണ്ട് ശ്രമിക്കാം. ഓരോ വിഭാഗം ആൾക്കാരുടെ പേരുകളും അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അർബൻ ഗവേണൻസും ഇ ഗവേണൻസും. അർബൻ ഗവേണൻസ്, റൂറൽ എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അർബൻ പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ റൂറൽ മാത്രം ഒതുങ്ങിപ്പോവും. അത് പറ്റില്ല. റൂറലും അർബണും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അർബണൈസേഷന്റെ കോൺസെപ്റ്റ് എന്താണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് അർബണൈസേഷൻ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ അർബണൈസേഷന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ലേ? ഇത് എന്തായാലും ചോദിക്കും മക്കളെ. നമ്മുടെ നാട് അങ്ങനെയാണ്. സീവേജ് ട്രീറ്റ്മെന്റ്, വൃത്തിക്ക് ട്രീറ്റ് ചെയ്യാത്ത, ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക്, ഫ്ലാഷ് ഫ്ലഡ്, നമ്മൾ എക്കോളജിക്കൽ ഡീക്ലൈൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ ഇഷ്യൂസ് ഉണ്ട്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് അർബൻ ലോക്കൽ ഗവൺമെന്റ്, അർബൻ ഡെവലപ്മെന്റ് പോളിസീസ് എന്തൊക്കെയാണ്, പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, സിറ്റിസൺ സർവീസസ് എന്തൊക്കെയാണ്, സിറ്റിസൺ അമ്യൂണിറ്റീസ്, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഗുഡ് അർബൻ ഗവേണൻസ്, ഇത്രയും കാര്യങ്ങൾ വേണം. ഇതൊക്കെ കോൺസെപ്റ്റിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വല്ല പിടുത്തം കിട്ടിയോ? അതായത് നിങ്ങൾ പേപ്പർ 1 പഠിച്ച് ചിലപ്പോൾ ഒരുപാട് ഫാക്റ്റുകൾ വെച്ചിട്ടായിരിക്കും, പക്ഷെ പേപ്പർ 2 നല്ലൊരു ശതമാനം, ഒരു 80% കോൺസെപ്ച്വലി പഠിക്കേണ്ട ടോപ്പിക്കാ. നിങ്ങൾ അതിന് പോയിട്ട് അർബൻ ഗവേണൻസ് ഫാക്ട് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെ കിട്ടേണ്ട ടോപ്പിക് അല്ല. അത് വൃത്തിക്ക് അർബൻ ഗവേണൻസ് എന്താന്നുള്ളത് കാര്യവും അതിന്റെ ഇമ്പോർട്ടൻസും സ്പെഷ്യാലിറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അത് മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ബൈ ഹാർട്ട് പോലും ചെയ്യേണ്ടി വരത്തില്ല. അതാണ് കോൺസെപ്റ്റ് ലേണിംഗിന്റെ പ്രത്യേകത എന്നുള്ളത്. ഇ ഗവേണൻസ് അടുത്ത ടോപ്പിക്. എന്താണ് ഇ ഗവേണൻസ്? വി ഹാവ് IT സിസ്റ്റം, റൈറ്റ്? അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗവേണൻസ് നടക്കുന്നത്? കമ്പ്യൂട്ടറൈസേഷൻ, മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കേരളത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ഡിസഡ്വാൻറ്റേജും പഠിച്ചു വെക്കണം. കാരണം ഇന്റർവ്യൂവിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചു പോവാ. ഇത് പറയാൻ കാരണം പണ്ട് KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് പിള്ളേരെ ഓരോ ടോപ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, നോട്ട് ടു പ്രിപ്പയർ ഫോർ യുവർ മെയിൻസ് എക്സാമിനേഷൻ ബട്ട് ഓൾസോ ഫോർ യുവർ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, എന്നുള്ളത് സ്വാഭാവികമായിട്ടാണ്. നിങ്ങളോട് ഇ ഗവേണൻസിന്റെ മെച്ചങ്ങൾ പറയാൻ പറയും, നിങ്ങൾ വാതുറ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞേക്കും. അപ്പൊ നമ്മൾ പറയും, സർ ടെക്നിക്കാലിറ്റി, കറണ്ട് ഇല്ലായ്മ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ദർ ഷുഡ് ബി സം സ്പെസിഫിക് റീസൺസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
ഓക്കെ, ഇന്റർവ്യൂ സെലക്ഷൻ ഉണ്ട്. ഇന്റർവ്യൂ മാർക്കില്ലാതെ നിങ്ങൾ എന്തായാലും എടുക്കാൻ പോകുന്നില്ലല്ലോ. എല്ലാവരും ഇന്റർവ്യൂ നടത്തിയത് എന്താ, എല്ലാവരും കാണാൻ വിളിക്കുകയാണോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവർണൻസ്, ദെൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ടെക്നോളജി കേട്ടോ. പിന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം. അതായത് കേരളത്തിന്റെ മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചില സിസ്റ്റംസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ലാൻഡ് സർവേ, കേരളത്തിന്റെ ലാൻഡ് സർവേ സാറ്റലൈറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മെക്കാനിസം ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല അത്യാവശ്യം കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കേണ്ട വലിയ ടോപ്പിക്കാണ്. നിങ്ങൾ വിചാരിച്ച പോലെ ഇപ്പൊ കിട്ടുമെന്ന് വിചാരിക്കരുത്, ഇപ്പൊ കിട്ടുമെന്ന് വിചാരിക്കരുത്, അത്യാവശ്യമുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എത്ര ടോപ്പിക്ക് പറഞ്ഞു എന്നുള്ളത്. ഈ 8 യൂണിറ്റ് നമ്മൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ഓരോ ടോപ്പിക്കിന്റെ റെലവൻസ് എന്നുള്ളത്? എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പേപ്പർ 1 പോലെയല്ല, പേപ്പർ 2 ഒരു 80% നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ആണ്. ഈ കോൺസെപ്റ്റ്സിനായിരിക്കും അവർ ഫാക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കാം? കൂടുതലും നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോ. അപ്പോൾ കുറെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് തല മിന്നാറുണ്ട്. നിങ്ങൾ ഭാഗ്യവശാൽ ആ തല ചുറ്റൽ ഒഴിവാക്കിയിട്ട്, മിന്നാന്ന് പറഞ്ഞാൽ തല ചുറ്റാട്ടോ, ഇസ് സംതിങ് ലോക്കൽ ലാംഗ്വേജ് ഹിയർ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് നല്ലതുപോലെ വരും. അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, എല്ലാം പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 80% കോൺസെപ്ച്വൽ ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഇത് പേപ്പർ 2 കൃത്യമായിട്ട് അങ്ങനെ തന്നെ കൊടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ 1 പോലെ സിംപ്ലി പഠിച്ചാൽ പോരെ. നിങ്ങൾ നോക്ക്, പേപ്പർ 1 നോക്ക്, പേപ്പർ 2 വരുമ്പോൾ നോക്ക്. പേപ്പർ 2 വരുമ്പോൾ ഇതൊക്കെ എന്താണ്, കൂടുതൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കൂടുതൽ ചോദിക്കുന്നത്. ആ കോൺസെപ്റ്റിനകത്ത് ഫാക്ട് ഉണ്ടാവും, അതങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ബുക്കുകൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നടക്കൂല മക്കളെ എന്നുള്ള കാര്യം കൂടി ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ്. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് അടുത്ത 2.5 മാസം കഴിയുമ്പോൾ എക്സാമിനേഷൻ എഴുതണോ, വൃത്തിക്ക് നല്ലൊരു പ്രോഗ്രാം ആക്സെപ്റ്റ് ചെയ്തോ. അതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. കൂട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഐ എം നോട്ട് ഗോയിങ് ഫോർ എ ഡിസ്കഷൻ. ഇവിടെ കണ്ടോ, ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കും. വിച്ച് കൺട്രി ലോഞ്ച്ഡ് ദ ഇന്നോവേഷൻ റോഡ് മാപ്പ് ഓഫ് ദ മിഷൻ ഇന്റഗ്രേറ്റഡ് ബയോ റിഫൈനറീസ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഏത് രാജ്യമാണ് ചെയ്തിട്ടുള്ളത്? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേ സമയത്ത് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ സെറ്റ് കൺസിസ്റ്റിംഗ് ഓൺലി ദ ചെയർമാൻ ഓഫ് എസ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷൻ ഒക്കെ എടുത്ത് പൂട്ടിയിട്ട് 2014 മുതൽ 10 കൊല്ലമായി. എന്നിട്ട് അവരെന്തുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് ചോദിക്കുന്നത്? അതിലുള്ള സെറ്റ് ഏതാണ്? 1, 2, 3, 4 സെറ്റിൽ ഇതിൽ പ്ലാനിംഗ് കമ്മീഷനുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അതിൽ ചെയർമാനാണ് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ പ്ലാനിംഗ് കമ്മീഷന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചു, പക്ഷെ ഇങ്ങനെ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണേണ്ട. ഇനി വേറെ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്. RBIയുടെ ചോദ്യം, RBI വരുന്നപ്പോഴാണ് 1934 വരുന്നത്. അതിന്റെ പ്രിയാമ്പിൾ പ്രകാരം പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഇവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തന്നെ കറക്റ്റ് അറിയണ്ടാവില്ല, പിന്നല്ലേ RBIയുടെ പ്രിയാമ്പിൾ ഡ്യൂട്ടീസ് പഠിച്ചു വെക്കുന്നത്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേ എന്താന്നുള്ളത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ക്യാബിനറ്റ്, ഇതൊക്കെ ബേസിക്സാ. അതായത് ഞാൻ പറഞ്ഞില്ലേ, മറ്റേത് കറണ്ട് അഫയേഴ്സ് ആണ് കാണിച്ചത്, ഇത് ബേസിക് ആണ്. പക്ഷെ ബേസിക് നോക്കിക്കേ, 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റിൽ പഠിച്ചാലേ നടക്കുള്ളൂ. കാരണം ഇവിടെ എവിടെയും ഫാക്ട് ഉണ്ടോ? നിങ്ങൾ കണ്ടോ എവിടെയും ഫാക്ട് ഉണ്ടോ ഈ ചോദ്യത്തിൽ? നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫാക്ട്, ഇറ്റ്സ് സംതിങ് കോൺസെപ്റ്റലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ കോൺസെപ്റ്റലി പഠിച്ചാലേ LSGയുടെ മെയിൻസ് കയറാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു കാര്യമാണ്. ഇനി എങ്ങനെ നമുക്ക് ഇതൊക്കെ പഠിക്കാം എന്നറിയാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു അവബോധം കൂടി തരികയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അവബോധമാണ്. നിങ്ങൾക്ക് LSGയുടെ മെയിൻസ് ഓൾമോസ്റ്റ് ഒരു പക്ഷെ നവംബറിലോ അല്ലെങ്കിൽ എന്തായാലും ഡിസംബറിലോ ഒക്കെ നടക്കും. നിങ്ങൾക്ക് ഒരു 2.5 മാസം സമയമുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ റിഗറസ് കോമ്പറ്റീഷനാണ്. 35,000 വരുന്ന ആസ്പിരൻസ് എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് റാങ്കിൽ ഇടം നേടിയിട്ട് അടുത്ത ഉദ്യോഗസ്ഥനാകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പറ്റണം എന്നുണ്ടെങ്കിൽ സിലബസ് വൃത്തിക്ക് പഠിക്കണം, അത് കോൺസെപ്ച്വലി പഠിക്കണം, അത് എക്സ്പേർട്സിന്റെ അടുത്ത് നിന്ന് തന്നെ പഠിക്കാനും ശ്രമിക്കുക. എന്നാലാണ് പോസിബിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ എവിടെയും പോകുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇതങ്ങ് ബൈഹാർട്ട് ചെയ്യുന്ന വിചാരിക്കാൻ, ഇത് പ്രിലിംസ് തോറ്റ് എഴുതുന്ന പരീക്ഷ അല്ല. മെയിൻസിലൂടെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉറപ്പിക്കുന്ന പരീക്ഷ. ആ ബോധം എപ്പോഴും ഉണ്ടാവുക.
പേപ്പർ 1 തന്നെ നിങ്ങൾക്ക് 150-ലേറെ സബ് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ നല്ല ശതമാനം പഠിച്ചതുമാണ് അല്ലേ? അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാർക്ക് അനുസരിച്ചിട്ട് ഒന്ന് റീ അലൈൻ ചെയ്തൊന്ന് റിവൈസ് ചെയ്യും. അതിന് സ്പെഷ്യൽ ടൈം കണ്ടെത്ത്. ഐ റിപ്പീറ്റ്, നിങ്ങൾ ഇന്ന് ഡേ 1 ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. എല്ലാ ദിവസവും രാവിലെ ഒരു 2 മണിക്കൂർ ഞാൻ പേപ്പർ 1-ന്റെ ടോപ്പിക്സ് എൻ്റെ ഉള്ള നോട്ട്സും കാര്യങ്ങളും വെച്ച് ഞാൻ റിവൈസ് ചെയ്യും എന്നുള്ളത്. നിങ്ങൾ സിലബസ് ഉണ്ടാക്കിക്കോ. സിലബസ് ഞാൻ തന്നല്ലേ, അവിടെ കാണിച്ചു തന്നല്ലേ. അത് വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യും. എന്നിട്ട് ഹിസ്റ്ററിക്ക് നിങ്ങൾ ഒരു 10 ദിവസം മാക്സിമം കൊടുക്കുക. ജോഗ്രഫിക്ക് ഒരു 10 ദിവസം കൊടുക്കുക. അങ്ങനെ ഈ 2.5 മാസത്തിനുള്ളിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേസമയത്ത് പേപ്പർ 2 കുറച്ച് ആഞ്ഞു പിടിച്ചോ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പേപ്പർ 2 ആഞ്ഞു പിടിച്ചിട്ടില്ല എങ്കിലുള്ള പ്രശ്നം, നിങ്ങൾ സർവീസ് കയറിയാലും അന്തം വിട്ടിരിക്കേണ്ടി വരും. സീനിയേഴ്സിന് നല്ല ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. ആട്ടും സൂപ്പല്ല, ആട്ടും തുപ്പും. അതിന് ഏറ്റവും നല്ല എന്താണ്, പേപ്പർ 2 വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾ സെറ്റ് ആവും. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് എന്തായാലും നിങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കും. അതിൽ 100+ സബ് ടോപ്പിക്സ് അവിടെ കിടപ്പുണ്ട്. ഈ 100+ സബ് ടോപ്പിക്സ് ഉണ്ട്. നിങ്ങളിത് വിചാരിക്കുന്ന പോലെ ഇപ്പൊ പഠിച്ചെടുക്കാൻ പറ്റില്ല. കാരണം 2.5 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? ഒരു 75 ദിവസം ഉണ്ട് അല്ലേ? അപ്പൊ ആ 75 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റണേ. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ റിഗ്രസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, റിഗ്രസ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ എന്നുള്ളത്. അപ്പൊ ഒരു 75 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദാറ്റ്. അതിന് വേണ്ട എന്താണ്, സമയം കുറവാകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ള. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് എമിനന്റ് PSCയുടെ യൂട്യൂബ് ചാനൽ ഇന്ന് വരെ കാണാത്തവരുണ്ടെങ്കിൽ പോയിക്കോ, റെഫർ ചെയ്തോ. ഇവിടെ കണ്ടോ, നമ്മുടെ സച്ചിൻ സാർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കുറച്ച് അനാലിസിസ് വരുന്നുണ്ട്. അതുപോലെ നോക്കി LSJ പരീക്ഷയ്ക്ക് മുമ്പ് ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫേഴ്സ്, ഇങ്ങനത്തെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാതെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ നോക്കിക്കേ, അവർ റിസൾട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ ടോപ്പ് 100-ൽ വന്നിട്ടുള്ള 3 ഉദ്യോഗസ്ഥര് സബ് ഇൻസ്പെക്ടർമാർ എമിനന്റ് PSCയുടെ കോൺട്രിബ്യൂഷനാ. ഇതാണ് KS-ന്റെ റിസൾട്ട്. KS-ന്റെ 3, 6, 6, 7 സ്ട്രീം 1, 2, 3 കണ്ടല്ലോ. അങ്ങനെ ഓക്കെ, അങ്ങനെ പല സ്ട്രീമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അങ്ങനെ പല ആൾക്കാർ ഇത് വിജയിച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിരന്റ് ആണോ, LSJ മെയിൻസ് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകുന്ന എമിനന്റ് PSC നൽകുന്ന കോഴ്സസിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാ? ഒന്ന്, പേപ്പർ 2-ന്റെ കോംപ്രഹെൻസീവ് ക്ലാസ്സസ് ആണ് കിട്ടുന്നത്. ഐ റിപ്പീറ്റ്, പേപ്പർ 2-ന്റെ. കാരണം പേപ്പർ 1 ഓൾറെഡി നിങ്ങൾ അറിയാം കേട്ടോ. പക്ഷെ പേപ്പർ 1 പേടിക്കണ്ട. പേപ്പർ 1-ന് നമ്മൾ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് ചില ടെസ്റ്റുകൾ സംഘടിപ്പിക്കും, അതും നിങ്ങൾക്ക് ലഭിക്കും. പേപ്പർ 2-ന്റെ കോംപ്രഹെൻസീവ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾ കണ്ടില്ല എന്തുമാത്രം പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത്. അത് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ലൈവിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ യൂണിറ്റിൽ നിന്ന് ടെസ്റ്റുകൾ ഉണ്ടാകും. ഓരോ ഫാക്കൽറ്റീസും പിന്നെ ആ ക്ലാസ് എടുക്കുന്നതനുസരിച്ച് ക്ലാസ്സിന്റെ ഇടയിലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പോസിബിളി വരാം എന്നുള്ളത്. അങ്ങനെ എക്സാമിനെ മനസ്സിലാക്കിയിട്ട് എക്സാം ഡിമാൻഡിങ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാണ്ട് വെറുതെ ഇതിങ്ങനെ വായിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ പഞ്ചായത്തിന്റെ ബൈബിൾ എടുത്ത് വായിക്കണം? നോ, ദാറ്റ് ഷുഡ് നോട്ട് ബി യുവർ ലേണിംഗ് പ്രോസസ്. ഒരുപാട് പുസ്തകം എടുത്ത് വായിക്കലല്ല മക്കളെ കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിലയുടെ സൈറ്റിൽ പോയിട്ടേ, കേരള ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അവരുടെ പഞ്ചായത്തിന്റെ ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് അങ്ങ് വായിച്ചോ. അതുകൊണ്ടല്ല കാര്യം. എക്സാമിനേഷന് എങ്ങനെ പഠിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി പഠിക്കണം എന്നുള്ളതാണ്. അതിന് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാകും, ഫുൾ ടെസ്റ്റുകൾ ഉണ്ടാകും, ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ ഹൈ ക്വാളിറ്റി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് ഓരോ ഫാക്കൽറ്റീസും തയ്യാറാക്കുന്ന ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇതൊക്കെ ആർക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരൊറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ ഉദ്ദേശിക്കുന്നത് ഓൺലി ഫോർ സീരിയസ് ആസ്പിരന്റ്. നിങ്ങൾ സീരിയസ് ആസ്പിരന്റ് ആണോ, ഈ പ്രോഗ്രാംസിലൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത്രക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് എമിനന്റ് PSC ചെയ്തിട്ടുണ്ട്, ചെയ്തു വരുന്നുണ്ട്. അതാണ് റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാനും പറ്റുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായിരിക്കും? ഫീ നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല ഫീസും കാണും. പക്ഷെ എമിനന്റ് PSC അതിന്റെ ക്വാളിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് പേയ്മെന്റ് വാങ്ങിക്കുന്നത് 5,999 രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത്. 14th ഓഗസ്റ്റിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് മക്കളെ, 5,999. പക്ഷെ ഡോണ്ട് വറി, ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 30 പേർക്ക് 1,000 റുപ്പീസിന്റെ ഒരു റിഡക്ഷൻ വെച്ചിട്ട് വെറും 4,999 മാത്രം അടച്ചാൽ മതി. ഇതിനേക്കാൾ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാനില്ല.
ദ പോയിന്റ് ഇസ് ദാറ്റ് ആദ്യം ജോയിൻ ചെയ്യുന്ന 30 പേർക്ക് നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാറ്റിൽ, നിങ്ങളുടെ ചാറ്റിൽ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ട്. ആ ചാറ്റിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിക്കോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോ താല്പര്യമുള്ള ആൾക്കാർ. 14-ന് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 14th, സെപ്റ്റംബർ 14th, ഒക്ടോബർ 14th. ഓക്കെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 14th ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവും. ഓൺലൈൻ ക്ലാസ്സസ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് റെക്കോർഡ് സെഷൻസും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നത്. ആസ് വെൽ ആസ് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റെക്കോർഡ് സെഷൻസ് ഇരിക്കാം, നോട്ട്സും അവൈലബിൾ ആക്കാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഡെഡിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമ്മുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ക്ലാസ്സസും അതിന്റെ റെക്കോർഡ് സെഷനും യൂണിറ്റ് ടെസ്റ്റും ഫുൾ ടെസ്റ്റും നോട്ട്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ക്ലാസ് റൂമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് വരെ നമ്മൾ ക്ലാസ് റൂമിന്റെ അകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് പഠിച്ചു പോകുമ്പോഴും അതിൽ നിന്ന് എങ്ങനെയൊക്കെ പോസിബിളി ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് ഒന്നുകൂടി കൃത്യമായിട്ട് അലൈൻ ചെയ്തു പോകും. ക്ലാസ് റൂമിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മിസ്സാക്കണ്ട. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന 30 പേർക്കാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് എങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ കാണാം കേട്ടോ. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ കാണാം. ലൈവ് ക്ലാസ്സസ് രാത്രി ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, മാറിയതായിരിക്കുമല്ലേ ചോദ്യം. ഓക്കെ, ലൈവ് ക്ലാസ് രാത്രി ആയിരിക്കും ഉണ്ടാവുന്നത്. റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയം പോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം. ദാറ്റ്സ് യുവർ ചോയ്സ് കേട്ടോ. പക്ഷെ റെക്കോർഡ് സെഷൻ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നെവർ മേക്ക് ഇറ്റ് ഡിലേ. ഇന്നിപ്പോ നിങ്ങൾക്ക് ലൈവിൽ കയറാൻ പറ്റിയിട്ടില്ല, നാളെ റെക്കോർഡിൽ കണ്ടിരിക്കണം. മറ്റന്നാളത്തേക്ക് അതിന് പിറ്റേന്നേക്ക് മാറ്റി വെക്കല്ലേ. കാരണം നമ്മുടെ ദിവസം 75 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. 75 days, 100+ സബ് ടോപ്പിക്സ് ഫ്രം പേപ്പർ 2, 150+ ഫ്രം പേപ്പർ 1. ഇത്രയും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പേപ്പർ 1 റിവിഷൻ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും പേപ്പർ 2 നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ടെസ്റ്റ് സീരീസും ടെസ്റ്റും ഒക്കെ നൽകുന്നതായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, പഠിച്ചു പോവുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ക്ലാസ് ടൈമിംഗ് വരുന്നത് വൈകുന്നേരം, മൺഡേ ടു ഫ്രൈഡേ 6:30 മുതൽ 9 മണി വരെയുള്ള സമയമായിരിക്കും വരുന്നത്. അതായത് ഏകദേശം ഒരു ദിവസം നിങ്ങൾക്ക് 2-2.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അതിലൂടെ ആയിരിക്കും നമ്മളിത് കവറപ്പ് ചെയ്യുന്നത്. അപ്പൊ മിസ്സാക്കണ്ട. പറഞ്ഞ പോലെ 30ഓളം, ആദ്യത്തെ 30 പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ വരുന്നത്. ഡിലേ ആക്കരുത്. ഞാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സീരിയസ് ആണോ? നിങ്ങളെക്കാൾ വലിയ സീരിയസ് ആണ് ഞങ്ങള്. ഫൈൻ. അയ്യോ, ആരെന്തോ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്റ്റഡി നോട്ട്സിന്റെ കാര്യം ചോദിച്ചിട്ട് എന്താ സാർ റിപ്ലൈ തരാത്തത്? ഞാൻ അറിഞ്ഞിട്ടില്ലടാ അങ്ങനത്തെ ഒരു ചോദ്യം. ഒന്നുകൂടെ ചോദിക്കും, എന്തായിരുന്നു ചോദ്യം? ഐ എം സോറി, ഞാൻ ആ ചോദ്യം കണ്ടിട്ടില്ല. കുറെ ചാറ്റ് വരുന്നതുകൊണ്ടേ. സ്റ്റഡി നോട്ട്സ് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ, ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. സിമ്പിൾ ഇംഗ്ലീഷ്, നത്തിങ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല. സ്റ്റഡി നോട്ട്സ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഫൈൻ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കൊന്നല്ലല്ലോ, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പോകുന്നതായിരിക്കും. ചോദ്യത്തിൽ ഉണ്ടല്ലോ. ഫൈൻ. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാവും. റെഫറൻസ് ഏരിയ പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ഫാക്കൽറ്റീസ് എല്ലാം ഇതെല്ലാം ഓൾറെഡി KS-നും UPSC-ക്കും അതുപോലെ ഈ സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഓക്കെ ഗൂഗിൾ, സോറി. ഫൈൻ. ഓക്കെ. ഈ പഞ്ചായത്ത് മാനുവലൊക്കെ എടുത്ത് പഠിക്കുമ്പോഴേ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറ്റപ്പെടുത്തല്ല, നമുക്ക് അത് വായിച്ചിരിക്കാനുള്ള സമയമല്ല. നമുക്ക് കൃത്യമായിട്ട് സിലബസ് തന്നിട്ടില്ലേ, അതനുസരിച്ച് അത് വൃത്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോരാണ് വേണ്ടത്. പഞ്ചായത്ത് മാനുവലൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, അതിൽ ചിലപ്പോൾ ഓരോ പഞ്ചായത്തിന്റെയും പല കാര്യങ്ങളും കേസ് സ്റ്റഡീസും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് എക്സാമിനേഷൻ എന്താണ് ആവശ്യം ആ ഒരു സെൻസിൽ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ കിലയുടെ ഒരു കാര്യം പറഞ്ഞത്. പഞ്ചായത്ത് ഹിസ്റ്ററി മുഴുവൻ നിങ്ങൾ അവിടെ പോയിട്ട് വായിക്കേണ്ടി വരും. പക്ഷെ അത് വായിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സാമിനേഷന് ഡിമാൻഡ് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിക്കോളുണ്ടാവില്ല. നിങ്ങൾ ആ പുസ്തകം വായിച്ചു തീരും. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഹമ്പിൾ സജഷൻ, 75 ദിവസം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരു പുസ്തകം എടുത്തിട്ട് അതിൽ നിന്ന് നോട്ട്സ് ചെയ്തെടുക്കുന്നേക്കാൾ നല്ലത് ഇവിടെ ഓൾറെഡി ഫാക്കൽറ്റീസും ക്ലാസ്സും നോട്ട്സും എല്ലാം തരാൻ ഇവിടെ ടീം റെഡിയാണ്. സോ യു കൻ ഡിപ്പെൻഡ് ഓൺ അവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു അപ്രോച്ച് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡെഫിനറ്റ്ലി, നിങ്ങൾ സിവിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി. പ്രിലിംസ് പാസ്സായി മെയിൻസിന് മുമ്പ് 2.5 മാസം സമയം ഉണ്ടാവുക, നിങ്ങളെ പോലെ തന്നെ.
അവർ പോയിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യാന്നാണ് പറയുക. അല്ല, ഒരു ആസ്പിറന്റും ഈ കാലഘട്ടത്തിൽ പോയിട്ട് സെൽഫ് സ്റ്റഡി അല്ല ചെയ്യുക, മറിച്ച് എല്ലാവരും പോയിട്ട് എവിടെ മാക്സിമം ഇമ്പ്രൂവ്മെന്റ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്, ഡൈ ഹാർഡ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരുണ്ട്. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദം. നിങ്ങൾ അത്ര എഫേർട്ട് എടുക്കണ്ട, നിങ്ങളൊരു 1 റിസോഴ്സിൽ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഇവിടെ രജിസ്ട്രേഷൻ ഫോം ഇടുന്നുണ്ട്, നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ ഇത് രജിസ്റ്റർ ചെയ്യൂ. ഫൈൻ, രജിസ്റ്റർ ചെയ്യൂ ബാക്കി താല്പര്യമുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 30 പേർക്കാട്ടെ ഈ ഒരു ഓഫർ വരുന്നത്. നിങ്ങൾ ഓഫീസിൽ നിന്ന് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഓഫർ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോടൊന്നും പറയരുത്, ആദ്യത്തെ 30 പേര് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം മെയിൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. ഫൈൻ. പേപ്പർ 1 റെക്കോർഡ് സെഷൻ കിട്ടുക എന്നുള്ളത് നിങ്ങൾ ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല, ഒന്ന് നോക്കുക. ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കില്ല, അപ്പൊ പേപ്പർ 2 നോക്കുക. ഫൈൻ. എക്സാം ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഡിസ്ക്രിപ്റ്റീവ് അല്ല കേട്ടോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇൻ കേസ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ ഫോം ഡെഫിനറ്റ്ലി ഫില്ല് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഓഫീസ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നുമില്ല അങ്ങോട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സംശയവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് ദൂരീകരിച്ചാൽ മതി. ഫൈൻ. നിങ്ങൾ ബാക്കിയുള്ള സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ നേരിട്ട് ഓഫീസിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ വെബിനാറിൽ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യൂട്യൂബിൽ ലൈവ് പോയിട്ടുണ്ട്, അതൊന്നും കൂടെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും നന്നാവുക. മറ്റേത് നമ്മൾ പണിയെടുക്കാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പറഞ്ഞ പോലെ 10 മണിക്കൂർ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു, 8 മണിക്കൂർ നമ്മൾ മരം ഷാർപ്പൻ ചെയ്തു, മരത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നൗ ദ ഹൈ ടൈം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിത് പ്രിപ്പറേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരൊറ്റ ചോദ്യം. നമ്മളിത് പ്രിപ്പറേഷൻ ചെയ്യണോ വേണ്ടെന്നുള്ള ഒരൊറ്റ ചോദ്യം. ദാറ്റ്സ് ക്വസ്റ്റ്യൻ ഫോർ യു. എന്തായാലും പ്രിപ്പറേഷൻ ചെയ്യുന്ന ആദ്യത്തെ 30 പേർക്ക് ഒരു 1000 റുപ്പീസിന്റെ ഒരു ഓഫർ ഉണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്തോളൂ. ബാക്കിയുള്ളവർ ലേറ്റ് ആയി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ പറ്റും. എന്തായാലും മറക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതിൽ അത്യാവശ്യം ഇൻഫർമേഷൻ ഉണ്ട്. നമ്മുടെ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും. അടുത്ത ഫോട്ടോ നിങ്ങളുടേതും വരണം, LSGI എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻസിൽ നിങ്ങളുടെ ഫോട്ടോ വരണം, ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ വരണ്ടേ, വരണം, മിസ്സാക്കണ്ട. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗായ്സ്. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എമിനന്റ് PSCയുടെ ഭാഗത്തുനിന്ന് വലിയൊരു ബെസ്റ്റ് വിഷസ് കൂടെ അറിയിച്ചിട്ട് നിങ്ങളൊക്കെ ക്ലാസ് റൂമിൽ കാണും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ എന്ത് ചെയ്യാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യോ. 1 മണിക്കൂറിലേറെ ഇപ്പം നമ്മൾ സംസാരിച്ചു, അതുകൊണ്ട് ചോദിക്കുകയാണ്, സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? നിങ്ങളുടെ വിലപ്പെട്ട ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. ഞാൻ കുറച്ചെങ്കിലും നിങ്ങളെ ഈ ഒരു എക്സാമിനേഷന്റെ ലെവല് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിച്ചെന്ന് വിശ്വസിച്ചോട്ടെ. താങ്ക് യു ബെനില, താങ്ക് യു ആര്യ, രാജകൃഷ്ണൻ, താങ്ക് യു സൂരജ്, താങ്ക് യു ഗോകുൽ, താങ്ക് യു. ഫൈൻ. അപ്പോൾ അനീഷ്, ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. ആ ലെവലിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് പിന്നീട് കാണാം. അപ്പൊ എന്തായാലും ഗായ്സ്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും പ്രിലിംസ് പാസ്സായിട്ടുണ്ട്. മെയിൻസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ പഠിച്ചു തുടങ്ങിക്കോളൂ. 14-ാം തീയതി നമ്മുടെ പേപ്പർ 2ന്റെ ക്ലാസ്സസ് ആണ് വരുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് 10 ദിവസം സമയം ഉണ്ടല്ലോ. നിങ്ങൾ ആ 10 ദിവസം പേപ്പർ 1 കൃത്യമായിട്ടൊന്ന് റിവിഷന് വേണ്ടി ഇരുന്ന് നോക്കിക്കേ. എന്നിട്ട് 14-ാം തീയതി മുതൽ പേപ്പർ 2 ഇരിക്കേ. അങ്ങനെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് പറ്റുന്നേ. എമിനന്റ് PSC കൂടെ ഉണ്ട്. ഓക്കെ, ബൈ ഗായ്സ്, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.